ഇറ്റലി ഞങ്ങൾ വിസിറ്റിന് പോയപ്പോൾ ഇറ്റലിയിൽ നിന്ന് ഞങ്ങളൊരു കാർ യാത്ര ചെയ്ത് അതിമനോഹരമായ പ്ലേസ് ഓർട്ടാനോയിലോട്ട് പോയി. അവിടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സെൻറ് തോമസ് അപ്പസ്തോലൻ്റെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മൾ തോമാശ്ലീഹ നമ്മുടെ മൈലാപ്പൂര് മരിച്ചിട്ട് അവിടെ നിന്നും തോമാശ്ലീഹയുടെ അവശേഷങ്ങൾ ഓർത്താനയിലോട്ട് കൊണ്ടുപോയി അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇറ്റലിയുടെ കാലാവസ്ഥ അതിമനോഹരമായിരുന്നു. ആ കാർ യാത്രയും അതിമനോഹരമായിരുന്നു. നല്ല പ്രകൃതിതരണമായ 2 വഴികളിലൂടെ ഞങ്ങളിങ്ങനെ കടന്നുപോയി. വഴികളുടെ 2 വശങ്ങളും കാണാൻ അതിമനോഹരമായിരുന്നു. പുറത്തിറങ്ങിയാലും കാലാവസ്ഥ നല്ല കാലാവസ്ഥയായിരുന്നു. നമുക്ക് സുഖം തരുന്ന ചൂടും അതുപോലെ ഒപ്പം ചെറിയ കാറ്റുകളും. അതിമനോഹരമായ കാലാവസ്ഥയിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഓരോ ദിവസം ചെല്ലുന്തോറും ഞങ്ങളുടെ ദിവസങ്ങൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തന്നു. കാരണം ഈ വിശിഷ്ട വ്യക്തികളുടെ വിശുദ്ധന്മാരുടെ കാൽപാതുകൾ പണിഞ്ഞ മണ്ണിൽ കൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റിയല്ലോ എന്നോർക്കുമ്പോഴാണ് അതിലേറെ സന്തോഷവും. നിങ്ങൾക്ക് കാണാം ചുറ്റും വഴിയരികളിൽ തോട്ടങ്ങളായ ഒലിവ് തോട്ടങ്ങളും മറ്റും കാണാം. അതുപോലെ തന്നെ കൊച്ചു കൊച്ചു മൗണ്ടൻസ്, എത്രയോ ഭംഗി. അതിൻ്റെ ഭംഗിയിൽ ഞങ്ങളങ്ങനെ കണ്ണുകളൊന്നിരിക്കുകയായിരുന്നു പലപ്പോഴും. അങ്ങനെ ഞങ്ങളുടെ യാത്രകളൊക്കെ വീണ്ടും തുടർന്നു. കാർ യാത്രയിൽ ഞങ്ങൾ ഏതാണ്ട് ഒരു ദിവസം മൊത്തം ഞങ്ങൾക്ക് കാർ യാത്രയാണെന്ന് വേണേൽ പറയാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാർ യാത്ര ചെയ്ത് ഞങ്ങൾ ഓർത്താനയിലെത്തി. അതൊരു കടലിൻ്റെ തീരത്തായിരുന്നു. കടലിൻ്റെ തീരം എന്ന് പറഞ്ഞാൽ മൊത്തം തീരത്തല്ല, എന്നാലും കടലിനോടടുത്തായിരുന്നു. സമയം പോയതിനാൽ ഞങ്ങൾക്ക് കടലിൻ്റെ ഭാഗത്തൊന്നും പോകാൻ പറ്റിയില്ല. എന്നാലും ഞങ്ങൾ ഈ വിശുദ്ധൻ്റെ അവശിഷ്ടങ്ങൾ കിടന്ന സ്ഥലത്ത് പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റി എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും അതിയായ സന്തോഷം. നിങ്ങളാരെങ്കിലും ഇറ്റലിയിൽ പോകുന്നുണ്ടെങ്കിൽ ഓർട്ടാന കാണാതെ പോകരുത്. നമ്മുടെ തോമാശ്ലീഹായുടെ അവശിഷ്ടങ്ങളൊക്കെ അടക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമാണിത്. കണ്ടോ, ഈ പർവ്വതനിരകൾ എത്ര സുന്ദരമായിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ 2 മലയുടെ കൂടെയുള്ള വഴിയിലൂടെ കടന്നുപോയി. എത്ര മനോഹരമല്ലേ! പ്രകൃതിയെ ദൈവം എത്രമാത്രം സുന്ദരമാക്കി അലങ്കരിച്ചിരിക്കുന്നു. അതിലധികമായി നമ്മളെ ഓരോരുത്തരെയും, നമ്മളെയൊക്കെ ഓരോ വ്യക്തിയുടെ സൗന്ദര്യം എത്രയും മനോഹരമല്ലേ! ഒന്നിനൊന്നിനോട് മെച്ചപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഈ പ്രകൃതിയുടെ സൗന്ദര്യം മൊത്തം ആസ്വദിച്ച് ഓരോ മിനിറ്റുകളും അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. വഴികളോ എത്ര തിരക്ക് കുറഞ്ഞതായിരുന്നു ഓരോ യാത്രയും. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി. ഇതാണ് തോമാശ്ലീഹയുടെ അവശിഷ്ടങ്ങൾ അടക്കപ്പെട്ടിരിക്കുന്ന പള്ളി. ആ ബോക്സിലാണ് തോമാശ്ലീഹയുടെ അവശിഷ്ടങ്ങൾ വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇവിടെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ എല്ലാ കാര്യങ്ങളും പ്രത്യേകമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. തോമാശ്ലീഹ യാത്ര ചെയ്ത സ്ഥലങ്ങളുടെയൊക്കെ വഴികളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം ഞങ്ങളിങ്ങനെ കണ്ടു നോക്കി. നമ്മൾ തോമാശ്ലീഹ നമ്മുടെ നാട്ടിൽ വന്നതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓർത്ത് അനുസ്മരിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങളുടെ ദിവസം മണിക്കൂറുകളും അങ്ങനെ പോയി. എത്ര മനോഹരമായി എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദീകരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ കുറേ നേരം പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചു. അധികം സമയം വൈകി എത്തിയതിനാൽ ഞങ്ങൾക്ക് ഒത്തിരി നേരം ഞങ്ങൾ പ്രതീക്ഷിച്ചത് അനുസരിച്ച് അവിടെ തങ്ങാൻ സമയം കിട്ടിയില്ല. അല്പനേരം ഞങ്ങളവിടെ പ്രാർത്ഥിച്ച ശേഷം ഞങ്ങൾ തോമാശ്ലീഹയുടെ അവശിഷ്ടത്തിനരികിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് പതുക്കെ ഞങ്ങളുടെ യാത്ര തിരിച്ച് റൂമിലോട്ട് പോയി. അങ്ങനെ ഞങ്ങളുടെ ആ ദിവസവും അങ്ങനെ പ്രാർത്ഥനാവശ്യമായി മുമ്പോട്ട് പോയി. നിങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു.